പ്ലസ് ടു കഴിഞ്ഞ് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള എളുപ്പവഴി പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ ടെസ്റ്റുകൾ എഴുതുകയാണ്. പല കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞ് മറ്റു കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ജോലിക്ക് ശ്രമിക്കുന്നത്. എന്നാൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കും. നമ്പർ 1, SSC എക്സാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2 തരത്തിലുള്ള എക്സാംസ് നടത്തുന്നുണ്ട്. ഒന്ന് പ്ലസ് ടു ലെവൽ എക്സാം, മറ്റൊന്ന് ഡിഗ്രി ലെവൽ എക്സാം. ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എഴുതേണ്ട എക്സാമുകളാണ്. എന്നാൽ ഹയർ സെക്കൻഡറി ലെവൽ എക്സാം നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. SSC ടെസ്റ്റുകൾ അനുസരിച്ചാണ് സെൻട്രൽ ഗവൺമെൻറ്റിലെ മിക്കവാറും എല്ലാ ഓഫീസുകളിലെയും ക്ലറിക്കൽ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൂടാതെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ പല കുട്ടികളും ചോദിക്കാറുണ്ട്, ടീച്ചർ CBIയിൽ എങ്ങനെയാണ് ഒരു ജോലി കിട്ടുന്നത്? അപ്പോൾ CBIയിൽ ജോലി കിട്ടുന്നതിന് വേണ്ട ഒരു എക്സാം എന്ന് പറയുന്നത് ഈ SSC എക്സാമാണ്. CBI, IB ഇൻ്റലിജൻസ് ബ്യൂറോ, അതുകൂടാതെ സെൻട്രൽ എക്സൈസ്, AG's ഓഫീസ്, ഇൻകം ടാക്സ്, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലെ എല്ലാ ഓഫീസുകളിലേക്കുമുള്ള ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് SSC എക്സാം മുഖേനയാണ്. അതുപോലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി നിങ്ങൾക്കറിയാം. പല കുട്ടികൾക്കും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് ആ തരത്തിലുള്ള പോസ്റ്റുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റു പോസ്റ്റുകളിൽ ജോലി കിട്ടുന്നത് ഈ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ടെസ്റ്റ് എഴുതുന്നതിലൂടെയാണ്. നമ്പർ 2, PSC എക്സാം. PSC എക്സാം കഴിഞ്ഞാൽ PSC എക്സാമിലൂടെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ മിനിമം 25 ഗവൺമെൻറ് ജോലികൾ നിങ്ങൾക്ക് നേടാനാകും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഈ ചാനലിൽ പ്ലേലിസ്റ്റ് ആഫ്റ്റർ പ്ലസ് ടു എന്ന പ്ലേലിസ്റ്റിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. അങ്ങനെ നമുക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ PSC എക്സാമിലൂടെ പെട്ടെന്ന് ജോലി നേടാനാകും. ഇപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ടീച്ചർ PSC എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി നമ്മളൊരു PSC എക്സാമിന് വേണ്ടി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അവർ നമുക്കൊരു യൂസർ ID യും പാസ്വേഡും നൽകും. ആ യൂസർ ID യും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മുടെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിലെ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാം. PSCയിൽ നമുക്ക് SSLC ലെവൽ തന്നെ എക്സാംസ് ഉണ്ട്. അതായത് ഇപ്പോൾ LDC, എല്ലാ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓഫീസുകളിലുള്ള ക്ലറിക്കൽ പോസ്റ്റും ഈ LDC എക്സാം മുഖേനയാണ് ജോലി കിട്ടുന്നത്. അതിന് വെറും SSLC ക്വാളിഫിക്കേഷൻ മതിയാകും. എന്നാൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ ധാരാളം ജോലികളുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫയർഫോഴ്സ്, അതുപോലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റൻറ്റ്, പോലീസ്, അങ്ങനെ ധാരാളം പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് 18 വയസ്സായാൽ ഉടൻ തന്നെ PSCയിലേക്ക് രജിസ്റ്റർ ചെയ്യുക. PSC എക്സാം എഴുതി ജോലിക്ക് വേണ്ടി ശ്രമിക്കാം. നമ്പർ 3, റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ്, RRB, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. അപ്പോൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ട എക്സാമാണ് RRB. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഈ എക്സാംസൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ പല കോഴ്സുകളും കഴിഞ്ഞ് പിന്നെ ആയിരിക്കും അവർ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കുന്നതിനോടൊപ്പം ഈ ജോലികൾക്കും അപ്ലൈ ചെയ്യാം, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി നേടാനാകും. അപ്പോൾ റെയിൽവേയിൽ പല തരത്തിലുള്ള ജോലികളുണ്ട്. അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ITI കഴിയുന്നവർക്ക്, പോളിടെക്നിക് കഴിയുന്നവർക്ക്, എൻജിനീയറിംഗ് കഴിയുന്നവർക്ക്, അതാത് കുട്ടികൾക്ക് അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലികൾ റെയിൽവേയിലുണ്ട്. ഇപ്പോൾ ലോക്കോ പൈലറ്റിന് നമ്മൾ ഈ ടെസ്റ്റിലൂടെയാണ് നമ്മൾ ലോക്കോ പൈലറ്റ് ആകാൻ സാധിക്കുന്നത്. അതുപോലെ ധാരാളം പോസ്റ്റുകളുണ്ട്. ടിക്കറ്റ് കളക്ടർ അല്ലേ, TTA, ദെൻ ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ. ഗാർഡിനൊക്കെ SSLC ക്വാളിഫിക്കേഷൻ മതിയാകും. അപ്പോൾ ഏകദേശം നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലെവൽ എത്തിക്കഴിഞ്ഞു. 18 വയസ്സുമായി SSLC അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോലിക്ക് ശ്രമിച്ച് തുടങ്ങാം. ദെൻ നെക്സ്റ്റ് വൺ, അഗ്നിവീർ നമ്മുടെ കുട്ടികൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്
ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്ലൈ ചെയ്യാം. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നേവിയിലേക്കും എയർഫോഴ്സിലേക്കും സയൻസ് പഠിച്ചിരിക്കണം. ഫിസിക്സ്, മാത്സ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ നേവിയിലേക്കും എയർഫോഴ്സിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആർമിയിലേക്ക് മറ്റേത് സ്ട്രീമിലെ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അതായത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അവർക്കെല്ലാം ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു വലിയൊരു പോസ്റ്റാണ് പൈലറ്റ്, അല്ലേ? പൈലറ്റ് ആകുന്നതിന് നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ പഠിക്കുന്നതിന് ലക്ഷങ്ങൾ നമ്മൾ ചിലവിടേണ്ടി വരും. എന്നാൽ ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് പൈലറ്റിൻ്റെ ആ ഒരു ട്രെയിനിങ് നൽകും. അതിന് നമ്മൾ പാസ്സാകേണ്ടത് NDA എക്സാമാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാം പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ നമ്മളെ ഫുൾ ഗവൺമെൻറ് ചിലവാക്കി നമുക്ക് പൈലറ്റാകാൻ സാധിക്കും. അതിനുള്ള എക്സാമാണ് NDA. ഓരോ വർഷവും 2 പ്രാവശ്യം NDA എക്സാം നടക്കുന്നുണ്ട്. +2, +1 കഴിഞ്ഞ് +2 പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ NDA എക്സാം എഴുതാം. അതിൻ്റെ റിട്ടൺ എക്സാം ഈസിയാണ്. പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂവിന് നമ്മൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലേണ്ടി വരും. നമ്മളവിടെ ചെല്ലുന്ന സ്ഥലം മുതൽ തന്നെ നമ്മൾ വെബ് ക്യാമിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മളെ നിരീക്ഷിച്ച് പിന്നെ കുറേ കടമ്പകൾ കഴിഞ്ഞ് നമുക്ക് അതിന് സെലക്ഷൻ കിട്ടും. മറ്റൊരു വിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിലേക്കാണ്. പാരാമിലിറ്ററി കോഴ്സസ് ഉണ്ട്. CISF, CRPF, BSF, IIBP, SSB ഇങ്ങനെയുള്ള പല പോസ്റ്റുകളിലും പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് അതിൻ്റേതായ ടെസ്റ്റുകൾ അതിനിഷ്ടമുള്ള കുട്ടികൾ എഴുതുക. അതിന് റിട്ടൺ എക്സാമും ഫിസിക്കൽ, മെഡിക്കലൊക്കെ ഉണ്ട്. ഫിസിക്കലിന് നമ്മൾ അതിൻ്റെ പ്രാക്ടീസ് ഇപ്പോഴേ കൊടുക്കുക. റിട്ടൺ എക്സാം GK, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ അവയർനെസ് ഒക്കെയാണ്. അപ്പോൾ ആ ലെവലിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ കോച്ചിങ്ങും പോവുകയാണെങ്കിൽ വളരെ വേഗം നിങ്ങൾക്ക് ആ ജോലിക്ക് എത്താൻ സാധിക്കും. പിന്നെ നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് സിവിൽ സർവീസ്, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പോസ്റ്റാണ് സിവിൽ സർവീസ്. IAS, IFS, IPS. അതിന് ഏത് ഡിഗ്രി മതിയാകും. +2 കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കുക. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ സിവിൽ സർവീസിൻ്റെ എക്സാം എഴുതി അതിന് ജോലിക്ക് നേടാം, ജോലിയിൽ പ്രവേശിക്കാം. മറ്റൊന്ന് കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റാണ് KAS, അല്ലേ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിനും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഏത് ഡിഗ്രി ആയാലും നിങ്ങൾക്ക് ആ ഒരു KAS എക്സാം എഴുതി ആ പോസ്റ്റിലേക്ക് കടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. +2 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുന്നിൽ ധാരാളം കോഴ്സുകളുണ്ട്. ബുദ്ധിപൂർവ്വം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എത്രയും വേഗം നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. അല്ല എങ്കിൽ നമ്മൾ പല പല കോഴ്സുകൾ പഠിച്ച് അങ്ങനെ പല പല കാലം കഴിഞ്ഞതിന് ശേഷമാകുമ്പോൾ നമുക്ക് അത്രയും കോമ്പറ്റീഷൻ ഉണ്ടാകും. സോ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനതിനുള്ള മറുപടി നിങ്ങൾക്ക് കുഞ്ഞു വീഡിയോ ആയിട്ട് നൽകുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.